ഞാനൊരിക്കൽ നമ്മൾ ട്രിവാൻഡ്രം മാനവീയം വീതി വഴി നടന്നു പോയപ്പോഴത്തേക്ക് ഒരു പയ്യൻ എന്നെ തടഞ്ഞു നിർത്തി. ചേട്ടാ ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതെ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള ചേട്ടനെ എവിടെ വെച്ച് കണ്ടാലും രണ്ടെണ്ണം തരണം. ഞാൻ എൻ്റെ പൊന്നു സഹോദര, റൈറ്റർ എഴുതി വെക്കുന്നു, ഞാൻ അതുപോലെ അഭിനയിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. അമ്മയോട് പറയണം ഇതൊക്കെ വെറും മിഥ്യാധാരണയാണ്. ഇതുവരെ എനിക്ക് ഈ ചാൻസ് ചോദിക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു. സീരിയസ്ലി എനിക്കിങ്ങനെ ചാൻസ് ചോദിക്കുക എന്നുള്ളത് ഭയങ്കര ചമ്മലാണ്. ഇപ്പം അതെല്ലാം മാറ്റി വെച്ചു. കരയുന്ന പിള്ളേക്ക് പാലുള്ളൂ എന്നുള്ളത് ഇപ്പൊ കാണുന്നവരുടെ എല്ലാവരുടെയും ചാൻസ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ആരെ കാല് പിടിച്ചിട്ടായിരുന്നാലും എത്തിപ്പെട്ടിരിക്കും. ഞാൻ തുനിഞ്ഞിറങ്ങിക്കല്ലേ, അല്ലെങ്കിൽ പട്ടണ കിടന്ന് ചത്തു പോകും. നമ്മൾ അറേഞ്ച് മാരേജ് ആയിരുന്നു. ഞാനും എന്റെ വൈഫും കൂടെ അറേഞ്ച് ആയിട്ട് വീട്ടിൽ പറഞ്ഞു ചെയ്ത മാരേജ്. നിങ്ങൾ അറേഞ്ച് ചെയ്ത മാരേജ് ആണത്. വീട്ടുകാർ പിന്നെ നടത്തി തരേണ്ടി വന്നു. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഭാര്യ പറയുന്നതൊക്കെ കേൾക്കാറുണ്ട്. അപ്പോഴത്തേക്ക് ബഹളം ഉണ്ടാവും, അടിക്കുണ്ടാവും. ഭർത്തൃ ജീവിതത്തിൽ തീർച്ചയായിട്ടും സൈലൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല. നമ്മളെ ജീവിതം കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എട്ടുന്നില്ല എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞായിരുന്നോ? പഠിക്കും. പഠിക്കണമല്ലേ? ഇങ്ങനെ സമാധാനമായിട്ട് നടന്നാ പോരാന്ന്. ഓക്കെ. നീയല്ല പയ്യൻ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 6 വർഷം. 6 വർഷമായി. സുഖസുന്ദരമായ ജീവിതമാണ്. കല്യാണം കഴിക്കണം കേട്ടോ, സീരിയസ്. ബാക്കിയുള്ള അനുഭവിച്ചാൽ പോരെ, എല്ലാരും അനുഭവിക്കും. കല്യാണം കഴിച്ചിട്ടായിരുന്നോ? അല്ല, ഞാൻ അവളോട് ചോദിച്ചു എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവള് പറഞ്ഞു അച്ഛനോട് ചോദിക്കണമെന്നോ, വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഫോൺ എടുത്ത് അച്ഛൻ്റെ നമ്പറിൽ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആലോചിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ശരി കട്ട് ചെയ്തു. ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു, ആലോചിച്ച് കഴിഞ്ഞു എന്ന് വെച്ച്. മിമിക്രിയിൽ നിന്നും വില്ലനിസത്തിലേക്ക് പകർന്നാട്ടം നടത്തുന്ന ഒരു നടനെയാണ് ഇന്ന് സീരിയൽ ടുഡേയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ചെയ്യാം അരുൺ എം ജി മോഹൻ. ഹായ് ചേട്ടാ. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പരമസുഖം. സുഖമായിട്ട് പോകുന്നു അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ കോമഡി റോളുകളൊക്കെ കൈകാര്യം ചെയ്ത് ഇപ്പൊ ഭയങ്കര വില്ലനായിട്ടും നോർമലായിട്ടുള്ള ക്യാരക്ടറും ഒക്കെ അങ്ങനെ വിവിധ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സഞ്ചരിക്കണം. അതിനുശേഷം 2ാമത്തെ സീഡിലും കോമഡി ആയിരുന്നു. പിന്നെ വില്ലനായി. വീട്ടിലുള്ള അമ്മച്ചിമാരൊക്കെ ചീത്ത വിളിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ചിന്ത മാറിയൊന്നും ചിന്തിക്കാൻ. ഇത് ഇന്ന് എന്റെ ഫസ്റ്റ് ഡേ ആണ് സീരിയലില്. ഇന്ന് ഞാൻ ജോയിൻ ചെയ്തത്. നല്ല ദിവസം തന്നെയാണ് നിങ്ങൾക്കും. എന്നെ പോലുള്ള നല്ലൊരു പയ്യനെ ഇന്റർവ്യൂ അവസരം ചെയ്യാൻ കിട്ടിയത് ഞാൻ ഭാഗ്യവതിയാണെന്ന്. പോണ വഴിക്ക് അമ്പലത്തില് നേർച്ച കിട്ടും. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ഒരിക്കലും ഇല്ല. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? കാരണം 24 മണിക്കൂറും വിളിക്കണ കാരണം എല്ലാരും വിളിച്ചാ വെളിപ്പുറത്താണോ? ഞാൻ വെളിപ്പുറത്താണ്, അവര് കേൾക്കുന്നില്ല അല്ലേ? ഓക്കെ, ഇനി അങ്ങോട്ട് കേക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പുതിയ സീരിയലിന്റെ സെറ്റിലാണുള്ളത്. കഥാനായികയുടെ ലൊക്കേഷന്റെ ഐ തിങ്ക് ഇടവേളയാണെന്ന് തോന്നുന്നു. അതിനിടയിലാണ് ചേട്ടനെ കിട്ടിയത്. ഭയങ്കര തിരക്കായിരുന്നു, ഉറക്കമായിരുന്നു. അതിന്റെ ഇടയില് നമുക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെച്ചതാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങണം. അതെ, ഭയങ്കര തിരക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ കഥാനായികയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കഥാനായികയില് നായകന്റെ അളിയനായിട്ടാണ് ഞാൻ. പോസിറ്റീവാണ്. നേരത്തെ അച്ഛന്റെ ഇന്റർവ്യൂ കിട്ടിയല്ലോ. നമ്മൾ 3 പേരും ഒറ്റക്കെട്ടില് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇന്ന് തൊട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങോട്ട് വേണം തകർക്കാൻ. എന്റെ ഭാര്യയും അമ്മയും നെഗറ്റീവാണ്. അപ്പൊ എന്തായിരുന്നാലും അറിയാലോ, ഭാര്യ നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും ഭർത്താവ് പഴം വിഴുങ്ങി കണക്കുണ്ടാ നിൽക്കേണ്ടി വരും. ഉറപ്പല്ലേ? അങ്ങനെ പഴം വിഴുങ്ങി അറിഞ്ഞൂടാ അതിനി അങ്ങോട്ട് പോവേ എങ്ങനെയാണെന്ന്. അപ്പൊ നമ്മള് നേരത്തെ എന്തായാലും പറഞ്ഞു കോമഡിയിൽ നിന്ന് പിന്നെ ഒരു വില്ലനിസത്തിലേക്ക് ഒരു പരകായ പ്രവേശമാണോ നടത്തിയത്? എങ്ങനെയാണെന്നല്ല, ഗതികേട് കൊണ്ട് ചെയ്തു പോണേണ്. വീട്ടില് കൊച്ചിന് പാലും ബിസ്ക്കറ്റും വാങ്ങാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് ചെയ്തു പോകും, ആത്മാർത്ഥമായിട്ട് ചെയ്തു പോകും. അത് നല്ല രസമായിരുന്നു. കാരണം വെച്ചാല് അതുവരെ ഞാൻ കോമഡിയിൽ നിന്ന് വന്ന കാരണം എല്ലാവരും കോമഡി റോളാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വേറെ നമ്മുടെ ഡോക്ടർ ജനാർദ്ദൻ എന്ന് പറഞ്ഞ ഡയറക്ടർ പുള്ളി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നെഗറ്റീവാണ്. കോമഡിയെ കണ്ട് ചിരിച്ചു പോകെങ്കിലും നാട്ടുകാരെ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവ് അവശേഷിപ്പിക്കും. അതെ, തീർച്ചയായിട്ടും. അവനെ കിട്ടിയാൽ കൊടുക്കണം എന്നൊക്കെ എന്റെ ഇതിന്റെ താഴെയൊക്കെ പറഞ്ഞ കമന്റ് വായിച്ചാൽ എന്റെ അമ്മ പോലും സൈക്കിളെന്ന് പറയുന്ന കണക്ക് അമ്മയ്ക്ക് ഞാൻ പറയത്തില്ല, എങ്കിൽ അമ്മയ്ക്ക് അറ്റാക്ക് വരും, ഇങ്ങനെയൊക്കെയാണ് പറയണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് ക്യാരക്ടർ നന്നായിരുന്നു. പിന്നെ നമ്മൾ ഓരോന്നും മാറി ചെയ്തു. അല്ലെങ്കിൽ എല്ലാത്തിലും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ ലേബല് പിന്നെ അറിയപ്പെടും. നെഗറ്റീവ്
നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഒരുപാട് കോമഡി നടന്മാരൊക്കെ ഒരുപാട് ക്യാരക്ടർ റോൾസിലേക്കും വില്ലനിസത്തിലേക്കും ഒക്കെ കടക്കുന്ന ഒരു ടൈമാണിത്. നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്, ഷാജു ചേട്ടനും സിറാജ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്, അങ്ങനെ ഒരുപാട് വലിയ ആളാവണം എന്നാണ് ആഗ്രഹം. എങ്ങനെയാണ് ഈ ഒരു സീരിയൽ അല്ലെങ്കിൽ അഭിനയ മോഹമൊക്കെ തലയ്ക്ക് പിടിച്ചത് എപ്പോഴാണ്? തലയ്ക്ക് പിടിച്ചൊന്നുമല്ല, അതായത് ആക്ച്വലി ഞാൻ കുഞ്ഞുനാളിലെ ഡാൻസർ ആയിരുന്നു, സിനിമാറ്റിക് ഡാൻസർ ആയിരുന്നു. ഇപ്പൊ ഡാൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എന്നെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ ഡാൻസ് ചെയ്യുന്നത്. അതാണ്, ഇപ്പൊ ഡാൻസ് ചെയ്യുന്നില്ല. സ്കൂൾ നാടകം ചെയ്തിട്ടുണ്ട്. അതിലൊരു അഭിനയം ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ നമ്മുടെ ട്രൂപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും ഡാൻസേഴ്സിനെ പിടിച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിപ്പിക്കും. അതൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ കോമഡി സ്റ്റാർസിൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു. അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു പുതിയൊരു സീരിയലിലത്തേക്ക് എങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് നമുക്കൊരു പ്രിവിലേജ് ഇല്ല, ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം. അങ്ങനെ ചെയ്ത അപ്പോൾ കോമഡി ക്യാരക്ടർ തന്നെയാണ്. മണ്ടനായ ഒരു കൂട്ടുകാരനായിരുന്നു, എന്ത് പറഞ്ഞാലും മണ്ടത്തര. അത് പിന്നെ ജീവിതം അങ്ങനെ ആയത് കാരണം പിന്നെ അത് കാരണം പിന്നെ അഭിനയിക്കേണ്ടി വന്നില്ല, അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ കോമഡിയിലോട്ട് ഭയങ്കര ഇഷ്ടം, കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാരും ചിരിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ചെയ്യുന്നു, അവര് ചിരിച്ചു പോകുന്നതിന് നമ്മുടെ ലൈഫ് അങ്ങനെയാണ്, നമ്മൾ ഭയങ്കര ലളിതമായിട്ടാണ് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് വീട്ടിലൊക്കെ എങ്ങനെയാണ്? ഇതുപോലെ തന്നെ വീട്ടിൽ ഞാൻ സീരിയസ് ആണ്. പിന്നെ അയ്യോ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, അവരെല്ലാം കോമഡി ആയിട്ട് എടുക്കും. എങ്ങനെയാണ് ചേട്ടാ സീരിയസ് ആയിട്ട് പറയുന്നത് വീട്ടില്? അങ്ങനെ പറയാൻ പറ്റൂല. മോളടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും മോളൊക്കെ ഞാൻ വരട്ടും. മോക്ക് എത്ര വയസ്സാണ്? മോക്ക് 4 വയസ്സ്. 4 വയസ്സുള്ള മോളെ വരട്ടെ. പിന്നെ എങ്ങനെയാണ്? എന്നിട്ട് എന്നെ അവള് കട്ടിലിരുത്തിയിട്ട് അനങ്ങരുതെന്ന് പറഞ്ഞിട്ട് അവള് പോകും, സ്റ്റാച്യു. എന്നിട്ട് അവള് പൊക്കോളും. അതുകൊണ്ട് പിന്നെ അതൊരു കുഴപ്പമില്ല, സ്വസ്ഥം സമാധാനം. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഭാര്യ പറയുന്നതൊക്കെ കേൾക്കാറുണ്ട്. അപ്പോഴത്തേക്ക് ബഹളം ഉണ്ടാവും, അടിക്കുണ്ടാവില്ല. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ തീർച്ചയായിട്ടും സൈലൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. വീട്ടിൽ മറ്റാരൊക്കെയാണുള്ളത്? അച്ഛൻ, അമ്മ, പിന്നെ ഒരു അനിയനുണ്ട്. അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല. നമ്മളെ ജീവിതം കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എട്ടുന്നില്ല എന്നുള്ളതാണ്. അതെന്താ, നിങ്ങൾ അത്രയ്ക്ക് അടിയാണോ? അടിയൊന്നുമില്ല, അതിന് അടിയൊന്നും പറയാൻ പറ്റൂല, വെറുതെ. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അയ്യോ, ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നത്. അമ്മയ്ക്ക് 10 പേരോട് പറയാലോ, ഞാൻ ഇന്ന് ഈ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ബാഗ് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറയുന്നതിന് മുമ്പ് എന്റെ അയൽവക്കത്തുള്ള എല്ലാ ചേച്ചിമാരും ചോദിച്ചു പുതിയ സീരിയലിൽ പോകണല്ലേ. കാരണം പത്രത്തിൽ കൊടുക്കണേക്കാട്ടി എളുപ്പമാണ് അമ്മയോട് ഒരു കാര്യം പറഞ്ഞു. എല്ലാ അപ്ഡേഷൻ പെട്ടെന്ന് നാട്ടിലേക്ക് എത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ പോലും ഇത്രയും ക്ലിയർ ആയിട്ട് ആരും പറയത്തില്ല. എങ്ങനെയാണ് അവിടെ കുടുംബശ്രീ ടീമൊക്കെ ആണോ? കുടുംബശ്രീ ടീമാണ്. അപ്പൊ പെട്ടെന്ന് അപ്ഡേഷൻ പോകുന്നുണ്ട്. കാരണം വീട്ടിന്റെ വഴിയിലോട്ട് കയറുമ്പോൾ തന്നെ 2 പേര് അടിക്കാൻ നിൽപ്പുണ്ട്, അപ്പുറം ഇപ്പുറം ഉള്ളവര്. എന്താണ് കുടുംബശ്രീയിൽ ഞാൻ കാണിക്കുന്ന തോന്നിയ ദിവസങ്ങൾ കാരണം അങ്ങനെ. അതുകൊണ്ട് കുഴപ്പമില്ലാതെ എന്നെ അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മോള് കരയും. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരിക്കൽ അതിലെ മെയിൻ ക്യാരക്ടർ ശാരദാമ്മ ഒരു ദിവസം എന്നെ അടിക്കുന്ന കണ്ടിട്ട് മോള് ഭയങ്കര ദേഷ്യമൊക്കെ ആയി. അങ്ങനെ പിന്നെ എന്നെ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അവള് അവള് എന്റെ അടുത്ത് നിൽക്കുമ്പോ അച്ഛ കുഞ്ഞാണ്, അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോ അമ്മ കുഞ്ഞാണ്. അവിടെ നിൽക്കും, അവിടെ നിൽക്കും. വാസുകി, അടിപൊളി പേരാണ്. നൈസ് പേരല്ലേ? എന്റെ സെലക്ഷൻ ആണ്. ഭാര്യ പറഞ്ഞു, ഞാൻ സെലക്ട് ചെയ്തു. അടിപൊളി, എന്തായാലും കൊള്ളാം. നേരത്തെ പറഞ്ഞ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ഇല്ല, പഠിക്കും, പഠിക്കണമല്ലേ? ഇങ്ങനെ സമാധാനമായിട്ട് നടന്നാ പോരാന്ന്. നീയല്ല പയ്യൻ. ഓക്കെ, ഞാൻ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കാം കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മള് ടിപ്പിക്കലായിട്ട് ഇപ്പൊ പഠിച്ച് എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിച്ച് അതിന്റെ പുറകെ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ജോലി ചെയ്യണം എന്നൊരു പക്ഷേ അത് ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ 10 കഴിഞ്ഞിട്ട് +1 +2 പഠിച്ചതെന്ന് വെച്ചാല് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ജേർണലിസം, സൈക്കോളജി, ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞൊരു. ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് പഠിക്കാൻ വലിയ ഇതൊന്നുമില്ല, ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തോളാം. ചേച്ചി പറഞ്ഞു ഇന്നൊരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അവിടെ പൊക്കോന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ബോയ്സ് സ്കൂളാണ്, എല്ലാ തരികിടകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞാൻ മിക്സഡ് സ്കൂള് ശരിയാവൂല, കാരണം നമുക്ക് വൈബിനുള്ള പയ്യന്മാരെ കിട്ടും. തൊട്ടപ്പുറത്ത് ഗേൾസ് സ്കൂളുണ്ട്, കാരണം ഇവിടെ കുറച്ച് പകുതിയല്ലേ, മറ്റേത് ഫുൾ അതാണല്ലോ. അപ്പൊ അത് കാരണം കുറച്ച് വോളിയം കൂടുതൽ അതാണ്.
അപ്പോൾ അത് കാരണം അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ആ ചതി മനസ്സിലാക്കിയത് ഇന്ന സാധനങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്. ഞാൻ എല്ലാത്തിനും ഫുൾ മാർക്കിൽ നിന്നും 49 മാർക്ക് കുറച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഫുൾ മാർക്ക് എത്രയായിരുന്നു? 50. അങ്ങനെയൊക്കെ അപ്പൊ എന്നെ കൊണ്ട് ട്രാപ്പ് ചെയ്തു. അവസാനം ഞാൻ എങ്ങനെയൊക്കെ പരീക്ഷ എഴുതി ജയിച്ചു. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഞാൻ അടുത്ത പഠിക്കാൻ പോയത്, ഡിഗ്രിക്ക് ബികോം കഴിഞ്ഞിട്ട് പോയത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ജോലിക്കാണ്, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. ലൈഫിൽ എവിടെയും കണക്ഷൻ ഇല്ല, ഒരു പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതിനിടയിൽ പ്രോഗ്രാം പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വൈഫിനെ കണ്ടുമുട്ടി. വൈഫിന് പിന്നെ നമ്മൾ അറേഞ്ച് മാരേജ് ആയിരുന്നു. ഞാനും എന്റെ വൈഫും കൂടെ അറേഞ്ച് ആയിട്ട് വീട്ടിൽ പറഞ്ഞു നമ്മൾ അറേഞ്ച് ചെയ്ത മാരേജ് ആണത്. വീട്ടുകാർ പിന്നെ നടത്തി തരേണ്ടി വന്നു. അല്ല വേറെ നിവൃത്തിയില്ലാതായി. എത്രയെന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞ് കാല് പിടിക്കും. അവര് സഖിയിട്ട് നടത്തി തന്നതാണ്. അടിപൊളിയായിട്ട്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 6 വർഷമാവും. 6 വർഷമായി. സുഖസുന്ദരമായ ജീവിതമാണ്. സുന്ദര സമാധാനം. കല്യാണം കഴിക്കണം കേട്ടോ, സീരിയസ് ആയിട്ട്. ബാക്കിയുള്ള അനുഭവിച്ചാൽ പോലെ എല്ലാരും അനുഭവിക്കും. ചേട്ടൻ കല്യാണം കഴിച്ചിട്ടായിരുന്ന? നല്ല ക്യാമറ ചേട്ടനൊക്കെ കല്യാണം കഴിച്ച് അനുഭവിക്കുകയാണെന്നാണോ? അവരുടെ ചോദിക്കണം, പറഞ്ഞു തരും. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം നമുക്ക് ചോദിച്ചു നോക്കാം, എന്നിട്ട് എക്സ്പീരിയൻസ് ഒക്കെ പറയാല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോമഡി ചെയ്യുന്നുണ്ട്, വില്ലനിസം, ഇപ്പം നല്ല നോർമൽ ആയിട്ടുള്ള ഒരു നായക കഥാപാത്രത്തിന്റെ കൂടെയുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഫേവറേറ്റ് റോള് അങ്ങനെ ഒന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് നെഗറ്റീവ് റോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അങ്ങനെ ഒരു കോള് വന്നപ്പോൾ തന്നെ എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര, ഞാൻ അതിന് വേണ്ടിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ അഭിനയിച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ടുന്നു. ആ എക്സ്പ്രഷനൊക്കെ ക്യാമറ ഫ്രണ്ട് ഇട്ടപ്പോൾ സാറ് പറഞ്ഞു അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, അങ്ങനെ പഠിച്ചോണ്ട് പോയതല്ല, ബെസ്റ്റായി. അതെ അതെ, പിന്നെ അങ്ങ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ കണ്ടാൽ വടിയെടുക്കാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരിക്കൽ നമ്മൾ ട്രിവാൻഡ്രം മാനവീയം വീതി വഴി നടന്നു പോയപ്പോഴത്തേക്ക് ഒരു പയ്യൻ എന്നെ തടഞ്ഞു നിർത്തി. ചേട്ടാ ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എന്റെ അമ്മ പറഞ്ഞിട്ടുള്ള ചേട്ടനെ എവിടെ വെച്ച് കണ്ടാലും 2 എണ്ണം തരണം. ഞാൻ എന്റെ പൊന്നു സഹോദര, റൈറ്റർ എഴുതി വെക്കുന്നു, ഞാൻ അതുപോലെ അഭിനയിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. അമ്മയോട് പറയണം ഇതൊക്കെ വെറും മിഥ്യാധാരണയാണ്. അഭിനയിക്കുമ്പോ എപ്പോഴേലും തോന്നിയിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് ഓവറാണോ, ഇത്രയും വില്ലൻസ് ഒക്കെ വേണോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്നിൽ നിന്നാണ് ഇതൊക്കെ പറഞ്ഞതെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ പാവല്ലേ, സത്യം പറഞ്ഞ ഞാൻ പാവമാണ്. ചേട്ടൻ തന്നെ പറയാണ്. അതെ അതെ, എന്നെ കുറിച്ച് ഞാനല്ല നാട്ടുകാർ പറയൂ, അവരെന്നെ കുറിച്ച് തിരിച്ചേ പറയുള്ളൂ, അത് വിശ്വസിക്കരുത്. പാവമാണ്. അപ്പം നമ്മളെ ചെയ്ത് ചില സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഡബിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്കും നമ്മൾ ഇത്രയും ക്രൂരനാവണ്ടേ എന്ന് തോന്നുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. അവരത്രയും നല്ല രീതിയിൽ എഴുതി വെച്ചുകൊണ്ടാ. അത് നമ്മൾ അവരെന്ത് എഴുതി വെക്കുന്നു അത് നമ്മൾ ചെയ്യുന്നത് കാരണം അതിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ഈ നമ്മൾ ക്യാരക്ടറിലേക്ക് എത്തുന്ന എന്തെങ്കിലും റെഫറൻസ് അങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കുന്നു, നേരെ ചെയ്യുന്നു, വേറെ പ്രത്യേകിച്ച് പ്രാക്ടീസ് അങ്ങനെ 2 റിഹേഴ്സൽ ചെയ്യുന്നു, അടുത്ത് പിന്നെ ടേക്ക് പോകുന്നു. എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷൻ എങ്ങനെയാണ്? ഫണ്ണായിട്ട് ഫാമിലി ആയിട്ട്? എല്ലാ ലൊക്കേഷനും ഫാമിലി ആയിരുന്നു, ഭയങ്കര രസമുള്ള. ശാരദ ആയിരുന്നാലും ഇപ്പം ഇത് ഞാൻ ഇന്ന് ജോയിൻ ചെയ്തു, പക്ഷെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇതിൽ അഭിനയിക്കുന്നുണ്ട്, ദീപൻ ഇതിലുണ്ട്. കാരണം നമ്മൾ ഒരുമിച്ചായിരുന്നു മിക്ക സമയങ്ങളിലും. നമ്മൾ അവൻ നാട്ടിലുള്ളപ്പോഴും ഞാൻ അവന്റെ വീട്ടിലാണ്. ഫ്രണ്ട്ലി സ്പേസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ ഒരിടത്ത് പുതുതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഒരു ചമ്മൽ ഉണ്ടാവുമല്ലോ, ആ ചമ്മൽ എനിക്ക് ഇവിടെ വന്നപ്പോ ഇല്ല. കാരണം അവനുള്ളത് കാരണം കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി. ശരിക്കും ചമ്മൽ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്, ഞാൻ അങ്ങനെ ഒരാളാണ്. കാരണം എനിക്ക് എല്ലാവരുടെയും പെട്ടെന്ന് കയറി അങ്ങനെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നിർത്താനാണ് പാട്. അതെനിക്ക് സ്റ്റാർട്ടിങ് കണ്ടപ്പോ എനിക്ക് തോന്നി ഭയങ്കര പാവായിട്ട് അധികം ഒന്നും മിണ്ടുന്നില്ല. ഇപ്പൊ ഞാൻ മാറ്റി. ഇല്ല, ഞാൻ മാറ്റുകയാണ്. പേരെന്തെന്ന് പറഞ്ഞ ജിംന. ഇഷ്ടായില്ലേ? നല്ല ജിമ്മിനൊക്കെ ഇടാൻ പറ്റും. ജിമ്മിന് ആരെങ്കിലും ഇടുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പൊ ചേട്ടൻ ഇനിയിപ്പോ നമ്മള് സീരിയൽ മാറ്റി നിർത്തിയാൽ സിനിമ സ്വപ്നങ്ങൾ ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അംബിഷൻ സിനിമ തന്നെയാണ്. സിനിമയിൽ എങ്ങനെയും എത്തിപ്പെടണം എന്നുള്ളതിനാണ്. അതിനുള്ള ഇതുവരെ എനിക്ക് ഈ ചാൻസ് ചോദിക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു. സീരിയസ്ലി എനിക്ക് ഇങ്ങനെ ചാൻസ് ചോദിക്കുക എന്നുള്ളത് ഭയങ്കര ചമ്മലാണ്. ഇപ്പൊ അതെല്ലാം മാറ്റി വെച്ചു. കരയുന്ന പിള്ളേക്ക് പാലുള്ളൂ എന്നുള്ളത് ഇപ്പൊ കാണുന്നവരുടെ എല്ലാവരുടെയും ചാൻസ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലൊരാള് പകുതി ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ ദൈവം സഹായിച്ച് ഇനി എന്താണ് മുന്നോട്ടേക്ക് പോകുന്നത് നോക്കാം. ഇതിപ്പോ നമ്മൾ സീരിയലിൽ എത്തി, ഇനിയിപ്പോ സിനിമയിലേക്ക് എത്തുമ്പോ എങ്ങനെയാണ് വഴി കുറച്ചുകൂടി സ്മൂത്ത് ആണ്, ഈസി ആണെന്ന് തോന്നുന്നുണ്ടോ? അതോ ഇപ്പൊ നമ്മൾ ചിലരൊക്കെ പറയും സിനിമ
ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ സീരിയൽ ചെയ്യുന്നുണ്ട് വേണ്ട സിനിമയിലേക്ക് വേണ്ട അങ്ങനെ എന്തെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ഇതുവരെ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പം ചോദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അത് കാരണം എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ സ്കിറ്റ് ചെയ്തുകൊണ്ട് വന്നത് കാരണം എനിക്ക് സീരിയലേ എളുപ്പമായിരുന്നു. കാരണം കോമഡി ക്യാരക്ടറും കൂടെ ആകുമ്പോഴത്തേക്കും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതേ പാറ്റേൺ തന്നെയാണ്. അപ്പം പക്ഷെ സിനിമയുടെ അഭിനയവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും അത് കുറച്ചുകൂടെ ലൈഫാണ്, ഇത് കുറച്ചുകൂടെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള. കാരണം നമ്മളെ എക്സ്പ്രഷൻസ് ആയിരുന്നാലും അങ്ങനെ കുറച്ച് എക്സാജറേറ്റ്, കാരണം ഇത് മിനി സ്ക്രീനല്ലേ, അപ്പൊ ഇച്ചിരി ചെയ്താലേ പറ്റുള്ളൂ. മറ്റൊരു വലിയ ബിഗ് വൈഡായിട്ടുള്ള സ്ക്രീനാണ്. അപ്പൊ അത് കാരണം അതിന് കുഞ്ഞു സാധനങ്ങൾ മതിയാവും. അപ്പൊ അതിലോട്ട് പോകുമ്പോഴത്തേക്ക് എങ്ങനെയാന്നുള്ളത് പോയാലേ അറിയാൻ പറ്റുള്ളൂ. അതിന്റെ എക്സ്പീരിയൻസ് കണ്ട് തന്നെ അറിയണം. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ എത്തും, ആരെ കാല് പിടിച്ചിട്ടായിരുന്നാലും എത്തിയിരിക്കും ഞാൻ. ഇനിയിപ്പോ എത്ര കാല് പിടിച്ചാലും കുഴപ്പമില്ല, ഞാൻ തുനിഞ്ഞിറങ്ങിക്കല്ലേ, അല്ലെങ്കിൽ പട്ടണ കിടന്ന് ചത്തു. അതും വില്ലനിസം തന്നെയാണോ താല്പര്യം? അത് വില്ലനിസം തന്നെ വേണം എന്നല്ല, എന്തും അല്ല, അത് ഇഷ്ടക്കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അല്ലല്ല, എനിക്ക് വില്ലനിസം എന്ന് പറഞ്ഞാൽ നമുക്ക് പതുക്കെ എത്താലോ അല്ലേ? ആദ്യം എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കോട്ടെ, അവിടെ നിന്ന് പിന്നെ എങ്ങോട്ട് വേണേലും പോവാലോ. ആ വീട്ടിനകത്തോട്ട് കയറണം, കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ കയറി മുകളിൽ പോകാം, താഴെ ഇറങ്ങാം, എല്ലാ റൂമിലും കയറി ഇറങ്ങാം. അതുപോലെയാണ്. ഫിലിമിലുള്ള ആരെങ്കിലും ആയിട്ട് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഒരുപാട് പേര്, കുറച്ച് പേരായിട്ടുണ്ട്. നമ്മളിവിടെ ഞാനിപ്പം സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തൊരു സെലിബ്രിറ്റീസിന്റെ ഒരു ക്രിക്കറ്റ് ഫെഡറേഷൻ ഉണ്ട്. അതില് മാ എന്ന് പറഞ്ഞത് മിമിക്രിക്കാരുടെ ക്രിക്കറ്റ് ടീമിൽ ഒരു അംഗമാണ് ഞാൻ. അപ്പം അതുവഴി ഒരുപാട് പേരെ പരിചയം, സജി ചേട്ടനായിരുന്നാലും, സജി സുരേന്ദ്രൻ, സജി ചേട്ടൻ, ശ്യാമേട്ടൻ, അങ്ങനെ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരോട് എല്ലാവരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. രാമനാഥ് ക്രിക്കറ്റും കളിക്കും. രാമനാഥന് ക്രിക്കറ്റ് കളിക്കാൻ വശമുണ്ട്. വേറെ എന്താണ് വശമുള്ളത്? ഡാൻസ് ആണ് വശമുള്ളത്. പിന്നെ പാട്ട്. പിന്നെ പക്ഷെ പകരം വേറൊരു ടേപ്പ് റെക്കോർഡറിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉപ്പ് ഞാൻ ചുണ്ടനക്കും, അത്രേ ഉള്ളൂ. ചുണ്ടനക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ടേപ്പ് റെക്കോർഡർ ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ അതും ചെയ്യിക്കും. അല്ലാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോ? വേണ്ട, നിങ്ങളെ ഇന്റർവ്യൂ 10 പേര് കാണണമെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പാടിപ്പിക്കരുത്. ഓക്കെ, ഫാമിലിയുടെ നേരത്തെ സപ്പോർട്ടൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഇപ്പൊ അവര് ക്യാരക്ടേഴ്സ് കണ്ടിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് പറയുന്നത്? ഇപ്പൊ വില്ലനൊക്കെ ആണെങ്കിലും ഭയങ്കര സ്ത്രീലമ്പടനായിട്ടുള്ള വില്ലനൊക്കെയാണ്. അപ്പൊ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള എങ്ങനെയാണ് റെസ്പോൺസ് ഒക്കെ? ഭാര്യ പറയണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ അഭിനയിക്കേണ്ടി വരില്ലല്ലോ, ജീവിക്കുകയല്ലേ എന്താ പറയണത്. അത് വേറൊരു, എന്റെ ഫസ്റ്റ് സീന് ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരു സീനാണ്. സിഗരറ്റ് കത്തിച്ച് വലിച്ചോണ്ടിരിക്കുന്ന സീനാണ്. ഞാൻ ആക്ച്വലി സിഗരറ്റ് വലിക്കാത്ത ഒരാളാണ്. അപ്പം വീട്ടില് അമ്മ ഇത് കണ്ടിട്ട് ഞാൻ പുറത്താണ് ടെലികാസ്റ്റ് ചെയ്യേണ്ടത്, പുറത്താണ് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ ഫുള്ള് കരിപ്പ്. എന്നിട്ട് ആര് പറഞ്ഞ സിഗരറ്റ് വലിക്കാൻ, മറ്റേതാണ് മറിച്ചതാണ്. അപ്പൊ അച്ഛനൊന്നും പറയത്തില്ല, കാരണം അച്ഛൻ അറിയാം. കാരണം അച്ഛൻ വലിക്കുന്ന ആളായത് കാരണം അച്ഛന് അത് കണ്ടപ്പോൾ മനസ്സിലായി അവൻ വലിക്കാതെ അറിഞ്ഞിടാതെ വലിക്കുകയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ അമ്മ അത് സീനിന് വേണ്ടിട്ട് ചെയ്തതാണ്. അങ്ങനെ അമ്മയെ ഒരുവിധം അച്ഛനും കൂടെ സപ്പോർട്ട് ചെയ്ത് അത് അവൻ വലിച്ചതൊന്നുമല്ലെന്ന്. കാരണം സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് അറിയാലോ, വലിക്കാത്ത ഒരാൾ വലിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വീട്ടിലുണ്ടായിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും, അല്ലാതെ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇനി പണിയില്ലാതെ വീട്ടിൽ നിന്നാലും കുഴപ്പമില്ല, എന്ത് സീരിയലിനൊന്നും പോണില്ല എന്നൊക്കെ ചോദിക്കും, എങ്കിലും കുഴപ്പമില്ല, നല്ല സപ്പോർട്ട് തന്നെയാണ്. വൈഫ് എന്താണ് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പം ഡാൻസർ ആയിരുന്നു. ഇപ്പം വീണ്ടും മോള് കുഞ്ഞായത് കാരണം ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അവർക്ക് ബാക്ക് പെയിന്റെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പൊ അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഡാൻസിലൂടെയാണോ രണ്ടുപേരും പരിചയപ്പെട്ടത്? തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു ലവ് സ്റ്റോറി? അങ്ങനെയൊന്നുമില്ല. ഞാൻ അവളോട് ചോദിച്ചു എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവള് പറഞ്ഞു അച്ഛനോട് ചോദിക്കണം, വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഫോൺ എടുത്ത് അച്ഛൻ്റെ നമ്പറിൽ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ആലോചിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ശരി കട്ട് ചെയ്തു. ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു, ആലോചിച്ച് കഴിഞ്ഞു എന്ന് വെച്ച്. സീരിയസ്ലി? സീരിയസ് ആയിട്ട് നടന്നതെയാ. അച്ഛൻ ചിരിച്ചു. ചിരിച്ചപ്പോഴത്തേക്ക് എനിക്ക് സമ്മതമായി. പിന്നെ അമ്മയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഇച്ചിരി പാട് വിട്ടു എന്ന് പറഞ്ഞോള്. എന്റെ വീട്ടിൽ പിന്നെ കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ എനിക്കാരും പെണ്ണുവരില്ലെന്ന് വീട്ടുകാർക്ക് അറിയാം, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ അച്ഛനെ അങ്ങനെ ചിരിപ്പിച്ചുകൊണ്ട് കയ്യിലെടുത്ത് മോളെ സ്വന്താക്കി. പാവാണല്ലേ? അതുകൊണ്ട് അതെനിക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മളത് കയ്യിലെടുത്തു. ഓക്കെ, ഇനിയിപ്പോ അങ്ങോട്ടുള്ള അഭിനയ മോഹങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യം സിനിമ തന്നെയാണ്, ഇല്ലെന്നല്ല. പക്ഷെ സീരിയൽ ചെയ്യണം എന്ന് ഭയങ്കര. ക്യാരക്ടേഴ്സ് ഇങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും താല്പര്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും ചെയ്യും. നമ്മളിപ്പം ഇന്നത് തന്നെ ചെയ്യണം എന്ന് വാശി പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ആരെങ്കിലും ചെയ്തു വെച്ച എന്തെങ്കിലും കഥാപാത്രങ്ങളുടെ പോലെ അത്തരത്തിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ എന്തെങ്കിലും? ഒരാള് ചെയ്തു വെച്ച കാര്യം, ഇപ്പം ദിലൻ സാറൊക്കെ ചെയ്തു വെച്ച കാര്യം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. അപ്പൊ അങ്ങനെയല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു പോവുക. നമ്മളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന വേഷങ്ങൾ
ഭംഗിയാക്കി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലാതെ ഇന്നയാള് ചെയ്തതിന്റെ മേലിൽ ചെയ്യണം, അതൊക്കെ അഹങ്കാരമില്ല. ഓക്കെ. അപ്പൊ അഹങ്കരിക്കാതെ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ഒക്കെ ഇനി അങ്ങോട്ടേക്ക് കിട്ടട്ടെ. താങ്ക് യു. അല്ലേ? അതെ. അപ്പൊ നമ്മുടെ നാക്ക് ആ കരുനാക്കല്ല എങ്കിലും വലിക്കട്ടെ. കരുനാക്ക് അല്ലെങ്കിലും വലിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു സമയത്തിനിടയിൽ ചേട്ടൻ്റെ ഒരുപാട് ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതാണ്. അപ്പൊ ഉറക്കത്തിന് ഇപ്പൊ ബാക്കി ഉറക്കായിരിക്കും അല്ലേ? ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ഉറങ്ങണം. അപ്പൊ ഉറക്കത്തിന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇനി ഒരുപാട് ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളുടെ ചാനലും വച്ചടി കയറട്ടെ. ഓക്കെ. നാളെ വലിയൊരു ആങ്കർ ആയിട്ട് ഇതുപോലെ എന്നെ ഞാൻ സിനിമയിൽ കയറുമ്പോൾ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഓക്കെ. താങ്ക് യു.